നിങ്ങൾക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ? ഇന്ന് 2 മണിക്കൂർ ഇരുന്ന് ഒരു ചാപ്റ്റർ പഠിച്ചു, എല്ലാം മനസ്സിലായി, നോട്ട്സ് ഒക്കെ എഴുതി. അപ്പോൾ തോന്നും ഈ ചാപ്റ്റർ എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലായി എന്ന്. പക്ഷെ അടുത്ത ദിവസം ബുക്ക് തുറന്ന് നോക്കുമ്പോൾ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഞാനിത് ഇന്നലെ പഠിച്ചതല്ലേ എന്ന് ചോദിക്കും. പക്ഷെ സത്യത്തിൽ പ്രശ്നം നിങ്ങളുടെ മെമ്മറി വീക്ക് ആയതുകൊണ്ടല്ല, നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത് എന്ന് സയൻസ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ട്സ് ഗുഡ് എവരിബഡി, വെൽക്കം ടു മോട്ടീവ് ക്യാമ്പസ്. ബ്രെയിൻ ഈസ് നോട്ട് എ സ്റ്റോറേജ് ഡിവൈസ്. പല സ്റ്റുഡൻസിനും ഒരു തെറ്റിദ്ധാരണയുണ്ട്, പഠിച്ചാൽ അത് ബ്രെയിനിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും എന്ന്. പക്ഷേ ബ്രെയിൻ ഒരു ഹാർഡ് ഡിസ്ക് ഒന്നുമല്ല. ഒരു ഉദാഹരണം പറയാം. ഇമാജിൻ, നിങ്ങളുടെ സ്കൂൾ ഗേറ്റിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ വരുന്നു. സെക്യൂരിറ്റി എല്ലാവരെയും അകത്ത് കയറ്റുമോ? ഇല്ല. ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് നോക്കും. നമ്മളുടെ ബ്രെയിനും അതുപോലെ തന്നെയാണ്. ഓരോ ദിവസവും ഇൻസ്റ്റഗ്രാം റീൽസ്, യൂട്യൂബ് വീഡിയോസ്, ഫ്രണ്ട്സുമായിട്ടുള്ള കോൺവെർസേഷൻസ്, ക്ലാസ് നോട്ട്സ്, ഹോം വർക്ക്, ഇങ്ങനെ ആയിരക്കണക്കിന് ഇൻഫർമേഷൻ ബ്രെയിനിലേക്ക് വരുന്നുണ്ട്. ബ്രെയിൻ ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമാണ്: ഇത് ഫ്യൂച്ചറിൽ ഉപയോഗിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആണോ, അല്ലെങ്കിൽ ഡിലീറ്റ്. അതുകൊണ്ടാണ് ഒരു തവണ വായിച്ചത് കൊണ്ട് മാത്രം ബ്രെയിന് അതിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാത്തത്. ദ ഫോർഗെറ്റിംഗ് കർവ്. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയാം. 100 വർഷങ്ങൾക്ക് മുമ്പ് ഹെർമാൻ എബിംഗസ് എന്ന സയൻറ്റിസ്റ്റ് ഒരു കാര്യം കണ്ടെത്തി. നമ്മൾ പഠിക്കുന്ന ഇൻഫർമേഷൻ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ മറക്കാൻ തുടങ്ങും. ഇതിനെയാണ് ഫോർഗെറ്റിംഗ് കർവ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, തിങ്കളാഴ്ച ഒരു ചാപ്റ്റർ പഠിച്ചു, അതിനുശേഷം അതിലേക്ക് നിങ്ങൾ തിരിച്ചു പോയിട്ടേയില്ല, അത് നോക്കിയിട്ടേയില്ല. ബ്രെയിൻ എന്ത് ചെയ്യും? ഇവൻ ഇത് വീണ്ടും ഉപയോഗിച്ചിട്ടില്ല, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല. അങ്ങനെ മെമ്മറി വീക്ക് ആവാൻ തുടങ്ങും. എക്സാമിന് സമയത്ത് ചാപ്റ്റർ തുറക്കുമ്പോൾ തോന്നും, അയ്യോ ഇത് ഞാൻ പഠിച്ചതാണല്ലോ, പക്ഷെ എനിക്കിപ്പോൾ ഒന്നും ഓർമ്മ വരുന്നില്ലല്ലോ എന്ന്. ഇത് നിങ്ങളുടെ ഫോൾട്ടല്ല, ഇത് ബ്രെയിനിൻ്റെ ഡിഫോൾട്ട് സെറ്റിംഗ് ആണ്. ബിഗ്ഗസ്റ്റ് സ്റ്റഡി മിസ്റ്റേക്ക്. ഇനി സ്റ്റുഡൻസ് ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്: വായിക്കും, പിന്നെയും വായിക്കും, ഹൈലൈറ്റ് ചെയ്യും, പിന്നെയും വായിക്കും, പിന്നെയും വായിക്കും. അപ്പോൾ തോന്നും എനിക്കിത് നന്നായിട്ട് അറിയാം എന്ന്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. റെക്കഗ്നൈസിങ് ഈസ് നോട്ട് റിമെമ്പറിങ്. ഒരു ചെറിയ ടെസ്റ്റ്. 3 ദിവസം മുമ്പ് ലഞ്ചിന് നിങ്ങൾ എന്താണ് കഴിച്ചത്? പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല അല്ലേ? പക്ഷേ അതിൻ്റെ ഫോട്ടോസ് കാണിച്ചാൽ ഇത് തന്നെയല്ലേ ഞാൻ കഴിച്ചത് എന്ന് പെട്ടെന്ന് ഓർമ്മ വരും. ഇതാണ് റീഡിങ്ങിൻ്റെ പ്രശ്നം. ബുക്ക് നോക്കുമ്പോൾ നമുക്കത് അറിയാം, ഫെമിലിയർ ആയിട്ട് തോന്നും. പക്ഷേ ബുക്ക് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം ഫെമിലിയാരിറ്റി അല്ല മെമ്മറി. ഹൗ ടോപ്പേഴ്സ് ആക്ച്വലി സ്റ്റഡി. ഇനി ടോപ്പേഴ്സ് ചെയ്യുന്ന ഒരു സീക്രട്ട് ടെക്നിക്ക് ഉണ്ട്. അതിൻ്റെ പേരാണ് ആക്റ്റീവ് റീകോൾ. കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. ഒരു ടോപ്പിക്ക് പഠിച്ച ശേഷം ബുക്ക് അടച്ചു വയ്ക്കുക. പിന്നെ നിങ്ങളോട് തന്നെ ചോദിക്കാം, ഇതിൽ എന്തൊക്കെയായിരുന്നു മെയിൻ പോയിന്റ്സ്, ഇതിലെ മെയിൻ ഡെഫിനിഷൻസ് ഒക്കെ എന്തായിരുന്നു, ഡയഗ്രാംസ് ഒക്കെ എനിക്ക് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്നിട്ട് അതൊരു പേപ്പറിൽ എഴുതുക, ബുക്ക് നോക്കാതെ കേട്ടോ. ആദ്യമൊക്കെ കുറച്ച് സ്ട്രഗിൾ ചെയ്യും, ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ അതുതന്നെയാണ് അതിൻ്റെ മാജിക്. കാരണം ഓരോ തവണയും ബ്രെയിൻ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാനായിട്ട്, അതായത് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് നിങ്ങൾ ഫോഴ്സ് ചെയ്യുമ്പോൾ ആ മെമ്മറി കൂടുതൽ സ്ട്രോങ് ആവും. ജിമ്മിൽ പോയിട്ട് നമ്മൾ മസിൽ ബിൽഡ് ചെയ്യുന്നത് പോലെ യൂസ് ചെയ്താൽ സ്ട്രോങ് ആവും, യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ വീക്ക് ആവും. സോ ഇന്ന് മുതൽ നിങ്ങൾക്ക് ചെറിയൊരു ചലഞ്ച് തരാം. 20 മിനിറ്റ് പഠിക്കുക, പിന്നെ ബുക്ക് അടച്ചു വയ്ക്കാം, ഒരു ബ്ലാങ്ക് പേപ്പർ എടുക്കുക, നിങ്ങൾക്ക് ഓർമ്മയുള്ളതെല്ലാം അതിലെഴുതുക. ഗൂഗിൾ നോക്കരുത്, ബുക്ക് നോക്കരുത്, ചീറ്റിംഗ് ചെയ്യരുത്. ജസ്റ്റ് നിങ്ങളുടെ ബ്രെയിനിൽ എന്താണോ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അത് നിങ്ങൾ ആ പേപ്പറിൽ എഴുതാം. ഒരാഴ്ച നിങ്ങളിത് ചെയ്താൽ തന്നെ ഡിഫറൻസ് കാണാൻ പറ്റും. കാരണം സ്റ്റഡിയിങ് എന്നത് ഇൻഫർമേഷൻ ബ്രെയിനിലേക്ക് കയറ്റുക എന്നുള്ളതല്ല, ബ്രെയിനിൽ നിന്ന് ഇൻഫർമേഷൻ പുറത്തെടുക്കാൻ ട്രെയിൻ ചെയ്യുന്നതാണ്. അതാണ് പവർഫുൾ മെമ്മറിയുടെ സീക്രട്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.